ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇതുവരെ ഷോർട്ട് വീഡിയോസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എന്തോ തോന്നി ഒന്ന് ചെയ്തേക്കാമെന്ന്. അപ്പം ഇത്തിരി നേരത്തെ എണീറ്റ് തുടങ്ങിയേക്കാം അടുക്കളപ്പണി. കാരണം അല്ലെങ്കിൽ വീഡിയോസും കൂടി എടുക്കുന്നതുകൊണ്ട് ടൈം നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയി തമ്പുരാനെയൊക്കെ ഒന്ന് വിളിച്ച് നേരെ അടുക്കളയിലോട്ട് കയറി. ആദ്യമേ തന്നെ ചോറിലാണ് തുടങ്ങാൻ പോകുന്നത്. തലേദിവസം തിളപ്പിച്ച് വെച്ച ചോറായിരുന്നു. അതിനിയൊന്ന് വേവിച്ചെടുക്കണം. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ളതാണ്. തലേദിവസം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇതേൻ്റെ എല്ലാം എടുത്ത് കറക്റ്റ് സ്ഥലത്തെല്ലാം എടുത്തു വെച്ചു. പാത്രങ്ങൾ എടുത്തു വെച്ചിരുന്ന ബോക്സ് ഇരുന്നവിടെ ഇങ്ങനെ വെള്ളം നനഞ്ഞ് കിടക്കും. അപ്പോൾ അതുമെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കിയിട്ടു. ഇനി ഇതേ സാമ്പാർ വയ്ക്കാൻ പോകണം. സാമ്പാറിനുള്ള ദാല്, കുറച്ചുപ്പും മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടില്ല. വേവിക്കാനായിട്ട് വെക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ബോർഡ് എക്സാം നടക്കുന്ന കാരണം പിള്ളേർക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുപ്പിച്ച് ലേറ്റായി എണീറ്റ് കാരണം ഇന്നൊരിത്തിരി നേരത്തെ എണീറ്റത് കൊണ്ട് അപ്പടി ഒരു ക്ഷീണം തോന്നുന്നു. എന്നാ പറയുക, ഒരു ഓർഡർ അങ്ങോട്ട് കിട്ടാത്ത പോലെ. സാമ്പാർ കൂടാതെ വൻപയർ മെഴുക്കുരട്ടി കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പയർ വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ 3-4 വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുക. കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു 1-2 ക്രിസ്ത്യൻ സോങ് ഒക്കെ വെച്ച് അതിന് ശേഷം നേരെ എന്തെങ്കിലും ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും മൂവി എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസൊക്കെ കേട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പണിക്കൊരു സ്പീഡുള്ളതായിട്ട് തോന്നത്തില്ല. എൻ്റെ പണി തീരുന്ന പോലെ എനിക്ക് തോന്നില്ല. തലേദിവസം തന്നെ സാമ്പാറെല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നു, കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതെല്ലാം എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കണം. ഓരോരോ പണി വരുന്ന വഴി ആലോചിച്ചോണം. എനിക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് മാത്രമേ കട്ട് ചെയ്യാൻ അറിയുള്ളൂ. ഫിംഗർ ക്യാപ്പ് ഇട്ട് സവോള പോലും അരിയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. 2 വിരലിൻ്റെയും മിഡിൽ ഭാഗത്താണ് കൊണ്ടുപോയി കത്തി കൊണ്ടത്. ഞാൻ എന്തിനോ കട്ടിംഗ് ബോർഡും ഇല്ല, ഫിംഗർ ക്യാപ്പും ഇല്ല. രാവിലെ പോയി സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ എൻ്റെ വിരലും കൂടെ വീഴേണ്ടതായിരുന്നു. എന്തായാലും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതേ ഉള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടി, പയർ വെന്ത് കിട്ടി, പരിപ്പ് വെന്ത് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കുറച്ച് സാമ്പാർ പൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളവും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫുഡ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് കേടായി പോകാതിരിക്കാൻ എന്നും രാവിലെ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈമിൽ ബർണറിലെല്ലാം ഓരോ സാധനങ്ങളായിരിക്കും. കൂട്ടത്തിൽ ആരെങ്കിലും കുടിക്കാനുണ്ടെങ്കിലല്ലാതെ ഞാൻ കട്ടൻ കാപ്പി, ചായ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല രാവിലെ. നേരത്തെ കുടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് ഭയങ്കര അഡിക്റ്റ് പോലെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർത്തി. എന്നും രാവിലെ കണി കാണുന്നത് നമ്മുടെ ജെന്നീനെയാണ്. അത് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് കഴിയുമ്പോൾ അതിനൊന്ന് തൊട്ട് തലോടാതെ പുള്ളിക്കാരി നമ്മുടെ അടുത്ത് നിന്ന് മാറത്തില്ല. നമ്മളവിടെ നിന്ന് ഇറക്കുകയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശല്യപ്പെടുത്തൊന്നുമില്ല. പുള്ളിക്കാരിയുടേതായിട്ടുള്ള പണികളൊക്കെ ആയിട്ട് നടന്നോളൂ. ഇന്ന് നല്ല കോടയാണ് കേട്ടോ. തണുപ്പെന്നൊന്നും പറയാനില്ല, പക്ഷെ നല്ല കോടയാണ്. കണ്ടത്തിൽ നല്ല കിളികളുടെയൊക്കെ സൗണ്ടുണ്ടേ. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, പക്ഷെ ഒരു 10 മണി കഴിയുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അവിടെ പാലെടുക്കാൻ വന്നതാണ്. എന്നും പാലെടുത്ത് കഴിയുമ്പോൾ ജെന്നിക്കൊരു കുറച്ച് കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവൾ വട്ടം കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പതിയെ അടുക്കളയിൽ കയറി വന്ന് ബാക്കിയുള്ള പണികളൊക്കെ നോക്കുവാണ്. ഇനി പയർ മെഴുക്കുവരട്ടി വെക്കാനുണ്ട്, സാമ്പാറിന് കടുക് പൊട്ടിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുട്ടികളെ സാധാരണ 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വിളിക്കാറ്, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്നലെ കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ, ദോശയും സാമ്പാറും. അപ്പോൾ ഇനിയെങ്കിലും ദോശ ചുട്ട് തുടങ്ങിയില്ലെങ്കിൽ കുട്ടികൾ എണീറ്റ് വന്ന് കഴിക്കാറാകുമ്പോഴത്തേക്കും റെഡി ആവത്തില്ല. ഇന്നലെ മാവ് അരയ്ക്കാൻ താമസിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പച്ചമാവ്, പുളിക്കാത്ത മാവ് കൊണ്ട് ദോശ ചുടേണ്ടി വരുമെന്ന്. ഓവനകത്തായിരുന്നു വെച്ചിരുന്നത്. എന്തായാലും നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള മാവ് ഒന്നിച്ചാണ് അരയ്ക്കാറ്. അപ്പം ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡ്ഡലി ആയിരിക്കും. നെയ്യ് കട്ടയായിട്ടിരിക്കുന്നു. സ്പൂണിൽ നിന്നൊക്കെ വിട്ടുപോരാനായിട്ട് നല്ല മടി. ഇനി പിള്ളേരെ വിളിക്കാൻ സമയമായി. ഇനി വിളിച്ചില്ലെങ്കിൽ മൊത്തം ലേറ്റാവും. വിളിച്ചൊക്കെ എണീറ്റ് വരാൻ ഭയങ്കര മടിയാണ്. ഇളയാൾ പെട്ടെന്ന് എണീറ്റോളും. ഫെൽസൂടിന് എന്നോട് പറയും, ഞാൻ എണീറ്റില്ലെങ്കിലേ എൻ്റെ മുഖത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ എന്ന്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, പകരം ഫാൻ ഓഫ് ചെയ്തിട്ട് പോന്നു. കാരണം എന്നാ തണുപ്പാണെങ്കിലും എത്ര ഇടിവെട്ടി മഴ പെയ്യുവാണേലും അവർക്ക് ഫാൻ വേണം. അപ്പോൾ ഫാൻ ഓഫ് ചെയ്താൽ പെട്ടെന്ന് എണീറ്റുള്ളൂ. ഫെൽസൂട്ടിന് ഇന്ന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ, ബാഗുകളെല്ലാം റെഡിയാക്കണം. അടുക്കളയിൽ കുക്കിങ്ങിനൊക്കെ ഉള്ളത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. സാമ്പാർ റെഡിയാകുന്നു, മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അവർക്കൊരു മുട്ട കൂടെ പൊരിച്ചു കൊടുക്കണം. ഇന്നലെ വീട്ടിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന്
ചിക്കൻ കൊടുക്കുന്നില്ല. ഈ കൊടുത്തു വിടുന്നതിനകത്ത് സാമ്പാർ മാത്രമേ കഴിക്കാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി കൊടുത്തു വിടുന്ന, ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ വരുമ്പോൾ ചോദിച്ചാൽ കഴിച്ചിട്ടില്ല കളയുക ചെയ്തതെന്ന് പറയും. ഇവിടെ ഒരാൾ തന്നെ ഉള്ളതുകൊണ്ട് ആരെ അസിസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും നിൽക്കാറില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം തന്നെ ചെയ്തോണം. യൂണിഫോം ആയാലും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൈ കൊടുക്കും, കുഞ്ഞവനാണെങ്കിൽ തന്നെ വാരി കഴിച്ചോളും. പിന്നെ ഇവിടെ മമ്മിയോ മറ്റോ അല്ലെങ്കിൽ അവൻ്റെ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വാരിത്തരാൻ പറയത്തുള്ളൂ. നമ്മളോട് അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല. ഉടുപ്പൊന്നും ഇടാതെ ജട്ടിപ്പുറത്ത് അടുക്കളയിൽ വന്ന് നിന്നപ്പോൾ ഞാൻ പറയുക, ഇതേ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബോഡിയൊക്കെ എല്ലാവരും കാണും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് വലിയ ചമ്മലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ സമയം കൊണ്ട് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കിച്ചൺ പണികളെല്ലാം തീർന്നു. ഇനി കുക്കിംഗ് എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് ചോറ് തിളപ്പിച്ചിട്ടേച്ചാൽ മാത്രം മതി രാത്രിയിലത്തേക്ക്. ഇവിടെ ഫെലിസൂഡിന് ഫുട്ബോളിന് യൂസ് ചെയ്യുന്ന സോക്സ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ്. കാരണം പുള്ളിക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റാണ്. അത് നമ്മൾ തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൊച്ചിനത് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഇടിയിപ്പിച്ചിട്ടാണ് ഞാൻ വിടാറ്. പിള്ളേർ പോയി 8:25 ആകുമ്പോൾ കുട്ടികളുടെ ബസ് വരും. അപ്പോൾ തന്നെ ഞാൻ മുറ്റത്തെ കാര്യങ്ങളും ഗാർഡൻ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് പിന്നെ വെയിൽ വരുന്നതിന് മുമ്പേക്കും ഞാൻ അകത്ത് കയറും. പിന്നെ ഞാൻ ഉടനെയൊന്നും പുറത്തേക്ക് ഇറങ്ങത്തില്ല. അതിന് ശേഷമാണ് എൻ്റെ അകത്തെ പണികളെല്ലാം ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചക്കപ്പഴം കിട്ടാറുണ്ട്. ഇന്ന് മുറ്റുപിടിച്ചിരുന്നപ്പോഴും മണം വന്നിട്ടാണ് മിക്കവാറും ഇത് പോയി നോക്കാറ്. കാരണം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല, നല്ല മണം വരും. പഴുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. 2 ചക്കപ്പഴം കിട്ടിയതേന്ന്, ചെറുതായിട്ട് പുളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം നമുക്കെടുക്കാം, ഒരെണ്ണം ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ 2 പേരയ്ക്കയും കിട്ടി. ഒരു കുഞ്ഞത് ഞാൻ തിന്നു, വിശന്ന് തുടങ്ങി. 10 മണിയെങ്ങാണ്ട് ആറായെന്ന് തോന്നുന്നു, കാരണം വെയിലൊക്കെ ആയി തുടങ്ങി. ഒരെണ്ണം പിള്ളേർക്ക് കൂടെ മാറ്റി വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. തിരിച്ച് കയറുന്നതിന് മുമ്പ് നിത്യവഴുതനേന്ന് കുറച്ച് നിത്യവഴുതനങ്ങയും കിട്ടി, അതും പറിച്ചു. ആ നാളത്തേക്ക് മെഴുക്കുവരട്ടി വയ്ക്കും. അപ്പം അങ്ങനെ ഇതേ നോക്കിക്കുക, സമയം 10 മണിയായി. വെറുതെ അല്ലേ വിശന്ന് തുടങ്ങിയത്. ഇനി പതുക്കെ കൈയും കാലും മുഖമെല്ലാം ഒന്ന് കഴുകി നേരെ കാപ്പി കുടിക്കാനായിട്ട് പോകാം. അതിന് വേണ്ടി ചായ വെക്കണം. ഇത് കണ്ടോ, അപ്പോഴത്തേക്കും പുറത്ത് നല്ല വെയിലായി. ഈ സമയത്തൊക്കെ പണിയാൻ ഇറങ്ങിയാൽ നമ്മൾ കരിഞ്ഞു പോകും. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൈമുട്ടിന് താഴേക്ക് ഇങ്ങനൊരു ചെറിയ കുരുക്കൾ പോലെ വരും. പിന്നെ അത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പിന്നെ അതൊരു പാടായിട്ട് മാറും. മുഖത്തോ കഴുത്തേലോ ഒന്നും പ്രശ്നമില്ല, കൈമുട്ടിന് താഴേക്ക് മാത്രമാണ് പ്രശ്നം. ഡോക്ടറൊക്കെ കാണിച്ചായിരുന്നു. അവർ പറഞ്ഞത് വെയിൽ കൊള്ളാതിരിക്കുക എന്ന് മാത്രമാണ്. പിന്നെ സൺസ്ക്രീൻ ഇടുക, ഇത് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇതിനിടയ്ക്ക് എൻ്റെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കഴുകാൻ. സത്യം പറഞ്ഞാൽ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്, പക്ഷേ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞു. ഇനി ഈ പാത്രങ്ങളെല്ലാം ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. അങ്ങനെ എൻ്റെ അടുക്കള ഞാൻ കുട്ടപ്പനാക്കി. ഇനി ഇങ്ങോട്ടേക്ക് വൈകുന്നേരം കയറിയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറണം കേട്ടോ. ഇനിയാണ് എൻ്റെ റൂം ക്ലീനിങ് തുടങ്ങാൻ പോകുന്നത്. ക്ലീനിങ് ഒന്നുമില്ല, ഇന്നലെ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇനി ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതെൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിനകത്ത് മുട്ടായികളായിരുന്നു. അത് പിന്നെ ഒരു ഭംഗിയൊന്നും ഇല്ല, എന്നെ കണ്ടാലേ പേടിയാവും. പക്ഷേ ഇപ്പോൾ കണ്ട് പേടിയൊക്കെ പോയി. അതിനെ ചുമ്മാതെ സ്റ്റാൻഡിൽ ഞാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുവാണ്. ഇത്രയും പണിയൊന്നും പോരാഞ്ഞിട്ട് ഞാൻ വേറൊരു പണിയും കൂടെ ഒപ്പിച്ചു. അപ്പുറത്തിരുന്ന പിള്ളേരുടെ ഷർട്ടും കാര്യങ്ങളെല്ലാം ഹാങ് ചെയ്തിരുന്നത് ഒരു മൂച്ചിനൊന്ന് അടുക്കി പെറുക്കിയേക്കാന്ന് ഓർത്ത് എല്ലാം എടുത്ത് വാരിയിട്ടു. ഇനി അതെല്ലാം പിന്നെയും സെറ്റ് ചെയ്യണം. അപ്പം സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് കുറച്ച് വണ്ണക്കുറവും ഇറക്കക്കുറവും ഒക്കെ ഉള്ളത് മാറ്റി വെച്ചു, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട് ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. എപ്പോഴും അങ്ങനെ കിടക്കാറില്ല കേട്ടോ, പിള്ളേരൊക്കെയുള്ള വീടല്ലേ. ഇനി ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഫ്രണ്ടിൻ്റെ മോക്കടെ ബർത്ത്ഡേ ആണ് 5-ാം തീയതി. എന്നോടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തീയതി 3, നാളെ കൊടുക്കണം. അപ്പോൾ ഇന്നിരുന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഇനി ഞാൻ അതിനായിട്ട് പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.